ഇൻഫ്ലുവൻസർമാർക്ക് ഒരു കമ്പനി ഒരു സോഷ്യൽ മീഡിയ കമ്പനി അയച്ച ഇമെയിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു കണ്ടൻറ്റിന് 30,000 രൂപ മറ്റാണ് അവർ ഓഫർ ചെയ്യുന്നത്. ഒരു റീൽ ഇട്ടാൽ മതി. സമരത്തിനെതിരെ പറഞ്ഞാൽ അങ്ങനെ പ്രത്യക്ഷത്തിലെതിരായിട്ട് പറയണ്ട. ഇപ്പോൾ പേളിമാണി പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി. 30,000 രൂപ മുതൽ അങ്ങനെ ഓഫറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു റീലിന് 30,000 രൂപ ഒന്നും വലിയ ചിലവൊന്നുമില്ലല്ലോ. അതുപോലെ 10 ഇടാൻ തയ്യാറായിരിക്കും ഇവരൊക്കെ, ചില ആളുകളെങ്കിലും. അപ്പോൾ അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇൻസ്റ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ആ പ്രചാരണം നടക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സെലിബ്രിറ്റികളെ സംബന്ധിച്ച്, ഞാൻ ഇൻഫ്ലുവൻസർമാരെയല്ല പറയുന്നത്, സെലിബ്രിറ്റികളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വേട്ടയാടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഏറ്റവും നല്ല ഉദാഹരണം പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് ഒന്നും മിണ്ടിയിട്ടില്ല അതിനെപ്പറ്റി, പക്ഷേ എപ്പോഴും പൃഥ്വിരാജിനെ തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്രങ്ങൾ. അല്ല, ആരോടോ പറഞ്ഞല്ലോ, വിസ്മയോട് പറഞ്ഞല്ലോ, രാപ്പൻ്റെ ഗതി ഉണ്ടാവും കേട്ടോ. അത് മേജർ രവി. അപ്പോൾ അവരെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഫാൻഡം ഉണ്ടല്ലോ, അവരുടെ ആരാധകരിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് പലരും വാതുറക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മമ്മൂട്ടി 2 വരി കുറിച്ചിട്ടിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന ആളുകളുണ്ട്, സംസാരിക്കാത്ത ആളുകളുണ്ട്. ഈ പേളിമാണിയെ സംബന്ധിച്ച്, പേളിമാണിയുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്ന ഓർമ്മയുണ്ട് നൗഫൽ. 2 വർഷം മുമ്പാണ്. പേളിമാണി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പല ഇൻഫ്ലുവൻസർമാരുടെയും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ വീടുകളിൽ റെയ്ഡ് നടന്നിരുന്നു. അപ്പോൾ ആ റെയ്ഡിന് അടിസ്ഥാനപരമായിട്ട് എന്താണ് യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. അതിനുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുള്ള നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത്, ഇപ്പോൾ ഈ പറയുന്ന ഐ ടി റെയ്ഡ് നടക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും കാലത്ത് പേളിമാണി രാഷ്ട്രീയമായ കാര്യങ്ങൾ അഭിപ്രായം പറയാറില്ല. ഞാൻ പേളിമാണി ഫോളോ ചെയ്യുന്ന ഒരാളല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവരും കാണുന്നുണ്ട്, അവരുടെ ഇൻ്റർവ്യൂ കാണാറുണ്ടെങ്കിൽ ഞാൻ കാണാറില്ല. എനിക്കത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നാറില്ല. അപ്പോൾ അതിനു മുമ്പ് അവരൊരിക്കലും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. ഇന്ന് അവർ പറയുന്നത് എന്താണ്? കാവിയാണ് എൻ്റെ ഇഷ്ടം നിറം. അതിപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? കാവ്യാണ് എൻ്റെ ഇഷ്ടം നിറം ഇപ്പോൾ പറയാൻ കാര്യമുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം, അന്നത്തെ ഐ ടി റെയ്ഡിൻ്റെ തുടർന്നുണ്ടാകുന്ന വിചാരിക്കുന്നതായിരിക്കും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ. അപ്പോൾ അത് തന്നെയാണ് കാര്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ പല മഹാനടന്മാരും മുക്കിയും മൂളിയും ഒക്കെ 2 വാക്ക് പറയുമ്പോൾ സ്ഥിരമായി ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷബാന ആസ്മി മമ്മൂട്ടിയേക്കാൾ കൂടുതൽ നാഷണൽ അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. മമ്മൂട്ടി 4 അവാർഡ് കിട്ടിയിട്ടുള്ള, അവർക്ക് 5 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവർ ഏതെങ്കിലും കാലത്ത് ഭരണകൂടത്തെ വിമർശിക്കുന്നതിൽ എന്തെങ്കിലും കാണിച്ചിട്ടില്ല. ഇനി എനിക്ക് അവാർഡ് കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവർ നിർണായകമായ രാഷ്ട്രീയ സന്ദർഭങ്ങളില്ല. അല്ലാതെ അവർ BJPക്ക് എതിരെ മാത്രമല്ല. ഷബാന ആസ്മി ഏറ്റവും ക്രിട്ടിക്കലായിരുന്നു കോൺഗ്രസിനെതിരെയാണ്. UPA സർക്കാരിൻ്റെ കാലത്തൊക്കെ അതിനിശ്ചിതമായി മൻമോഹൻ സിംഗിനെ, ആ സർക്കാരിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. അവരൊരിക്കലും വാമൂടിക്കിട്ടിട്ടില്ല. നസറുദ്ദീൻ ഷാ, അവർക്കൊരിക്കലും അത്തരം വിമുഖതകൾ ഉണ്ടായിട്ടില്ല വിമർശിക്കാൻ. അപ്പോൾ ഇതൊരു ധാർമ്മികമായ ചോദ്യം കൂടിയാണ്. പിന്നെ എല്ലാ സെലിബ്രിറ്റികളും ദീപിക പദുക്കോൺ ആലോചിച്ച് നോക്കുക. സ്റ്റാർഡത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സമയത്ത് അവർ ഷോപ്പ് ചെയ്യുകയാണ്. അവിടെ വന്നിട്ട് അതിന് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ പേരിൽ അവരെത്ര ആക്രമിക്കപ്പെട്ടു. പഠാനൊക്കെ ഇറങ്ങിയപ്പോൾ അവരെ എമ്മാതിരി ചീത്ത വിളിച്ചു. അവർ ബിക്കിനിയുടെ കളർ കാവ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചീത്ത വിളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സെലിബ്രിറ്റി ആയിക്കൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് ഭരണകൂടത്തിനെതിരെ സംസാരിക്കുക എന്നുള്ള ചെറിയ പണിയല്ല. ഒരു സാധാരണക്കാരൻ നമ്മളൊക്കെ ചെയ്യുന്ന പോലെയോ അല്ല ഒരു സെലിബ്രിറ്റിയെ സംബന്ധിച്ച്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, മൗനം പാലിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒറ്റുകൊടുക്കുക, ഒരു പോപ്പുലർ കോസിന് ഒറ്റുകൊടുക്കുക എന്നുള്ളത്, അത് എന്ത് കാര്യത്തിൻ്റെ വേണ്ടിയാണെങ്കിലും, IT റെയ്ഡ് പേടിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ED റെയ്ഡ് പേടിച്ചിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസർമാർക്ക് വാഗ്ദാനം ചെയ്യുന്ന തുക കണ്ടിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് അധാർമികമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെയും. അതിൻ്റെ തിരിച്ചടികളാണ് ഓൺലൈനിൽ അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ കമൻറ്റ് ബോക്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ പേര് ഇങ്ങനെ പുറത്തു വരാനുണ്ട്. ഈ സമരം നീളും തോറും കുറേ അധികം മുഖങ്ങൾ നമുക്കിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.